നമസ്കാരം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദേവപ്രിയയുടെ വിവാഹം ഇപ്പോൾ ഭയങ്കരമായി ചർച്ചയായിട്ട് നിൽക്കുകയാണ്. ദേവപ്രിയയുടെ പ്രായം 19, ദേവപ്രിയയുടെ വരൻ്റെ പ്രായം 31. ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ ചർച്ച ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ദേവപ്രിയ ആവട്ടെ കണ്ടന്റ് ക്രിയേറ്ററാണ്. ദേവപ്രിയ ചെയ്യുന്ന കണ്ടന്റുകൾ ഈ അമ്മാവന്മാരെ കളിയാക്കുന്ന കണ്ടന്റുകളാണ്, ഈ അങ്കിളുമാരെ കളിയാക്കുന്ന കണ്ടന്റാണ്. അവരുടെ ചെയ്തികൾ, അവരുടെ പല പല വിയേർഡ് സ്വഭാവങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ കണ്ടന്റുകളാണ് ദേവപ്രിയയ്ക്കുള്ളത്. ഈ ദേവപ്രിയ 31 വയസ്സുകാരനെ കല്യാണം കഴിച്ചതാണ് ഇപ്പോൾ ഭയങ്കരമായ പ്രശ്നവും ചർച്ചയായിട്ടൊക്കെ നിൽക്കുന്നത്. അതായത് ഈ അമ്മാവന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആളുകളെ കളിയാക്കുന്ന ദേവപ്രിയ തന്നെക്കാൾ എത്രയോ വയസ്സ്, അതായത് 12 വയസ്സിന് മൂത്തമായിട്ടൊരാളെ, അതായത് ഒരു അമ്മാവൻ ഇമേജ് എന്ന് പറയുന്ന ഒരാളെയാണ് സോഷ്യൽ മീഡിയ അത് ഉദ്ദേശിക്കുന്നത്. അയാളെ തന്നെ പോയി വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദേവപ്രിയയ്ക്ക് നേരെ ഇങ്ങനെ ഒരു സോഷ്യൽ അറ്റാക്ക് സംഭവിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, ആദ്യം തന്നെ ഇതിനകത്ത് തിരി കൊളുത്തി വിടുന്നത് ഈ ദേവപ്രിയയുടെ സഹോദരനാണ്. ദേവപ്രിയയുടെ സഹോദരൻ ഈ അക്കൗണ്ടിലൂടെ ദേവപ്രിയയുടെ ഒരു കാര്യം പറയുകയാണ്. അതിങ്ങനെയാണ്: ഹേ ഫാം, ഐ എം ദേവുസ് ബ്രദർ, ദ വൺ ഹു ഹാൻഡിൽഡ് ഹർ അക്കൗണ്ട്, wrote her content scripts and managed everything behind the scenes. There have been many questions regarding her marriage and I feel it's important to clarify a few things. I have always respected my audience. You are the ones who built us എന്ന് പറഞ്ഞുകൊണ്ട് why the sudden marriage എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് മറുപടിയായിട്ട് അയാൾ പറയുന്നത്, we didn't know about it. She eloped with him from college. This was completely unexpected for us. He is 31 plus and a psychologist. 19-year-olds thoughts and decisions can change with time and that is something he should have understood എന്ന് പറയുന്നത്. അതായത് വീട്ടുകാർ ഈ വിവാഹത്തിനൊപ്പം നിൽക്കുന്നില്ല, വിവാഹത്തിനെ പറ്റി അറിയത്തേ ഇല്ലായിരുന്നു, ഒളിച്ചോടിയാണ് വിവാഹം കഴിച്ചത്. അയാൾക്ക് 31 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് എന്നതും പറയുന്നുണ്ട്. മാത്രമല്ല ഇവർ പറയുന്നൊരു കാര്യം, ഈ ബന്ധത്തെക്കുറിച്ച് ആദ്യം സംസാരിച്ചപ്പോഴും മനസ്സിലാക്കിയപ്പോഴും ഇത് നിർത്തുകയാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇത് പറഞ്ഞിരുന്നു നിർത്തുകയാണെന്ന്. പക്ഷേ അവർ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതവർ ആ ബന്ധം തുടരുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ഒളിച്ചോടലുമായി ബന്ധപ്പെട്ട് പോകുന്നത്. അടുത്ത ചോദ്യം, ഡിഡ് വി ഫോഴ്സ് ഹർ ടു മാരി സമ്മൺ എൽസ്? നെവർ, നോട്ട് ഈവൻ വൺസ്. അവർ ഓൺലി കൺസേൺ വാസ് ഹർ എഡ്യൂക്കേഷൻ ആൻഡ് എ ഫ്യൂച്ചർ. വി വാണ്ടഡ് ഹർ ടു കംപ്ലീറ്റ് ഹർ സ്റ്റഡീസ്, ബിൽഡ് എ കരിയർ ആൻഡ് ഹാവ് എ ബെറ്റർ ലൈഫ്. 19 വയസ്സിൽ ഈ വിവാഹത്തിന് വേണ്ടി തള്ളിവിടുന്നൊരു കുടുംബമല്ല ഞങ്ങൾ. അവൾക്ക് നല്ലൊരു കരിയർ ഉണ്ടാവണം, നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്നത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അതല്ലാതെ അവൾ പോയി കല്യാണം കഴിക്കണം എന്ന്, ഞങ്ങൾ മറ്റൊരാളെ വിവാഹം കഴിപ്പിക്കാൻ എന്ന രീതിയിലൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊരു വിശദീകരണം ഈ ദേവപ്രിയയുടെ സഹോദരൻ നൽകിയതോടുകൂടി ദേവപ്രിയ ഫോഴ്സ്ഡ് ആയിപ്പോയി ഇതിനൊരു മറുപടി പറയുക എന്നുള്ളത്. ദേവപ്രിയ ആവട്ടെ അതുവരെ ചെയ്ത കണ്ടന്റുകൾ, റീലുകളൊക്കെ മാറ്റി ഒരു പുതിയ അക്കൗണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഈ വിവാഹത്തിന് ഉൾപ്പെടെയുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിലാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്, അതായത് ഒരു 20 മണിക്കൂറുകൾക്ക് മുമ്പ് ദേവപ്രിയ ഒരു പോസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ സഹോദരൻ്റെ ഈ പോസ്റ്റിന് മറുപടി എന്നോണമാണ് ദേവപ്രിയയുടെ ഈ പോസ്റ്റ്. ആ പോസ്റ്റ് നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. യെസ്, ഐ ഗോട്ട് മാരിഡ് ഓൺ 17/12/2025. അതായത് 17-ാം തീയതി ഞാൻ വിവാഹിതയായി. I am Devapriya, 19 years old and a law student. My husband is Jishnu K. Manoj, 31 years old and a psychologist. We met 2 years ago as friends. My family introduced him to me as they have been friends since childhood. Over time, we spoke regularly and realized that we share similar interests, values and compatibility. Before entering into a relationship, we openly discussed the age difference and the possible consequences. ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ രീതിയിൽ തന്നെ, എൻ്റെ കുടുംബം തന്നെയാണ് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞങ്ങൾക്ക് ഒരേ തോട്ടുകളുള്ള രണ്ട് മനുഷ്യരാണെന്ന് മനസ്സിലായി, സംസാരിച്ചു, വിവാഹിതരാകാമെന്ന തീരുമാനം എടുക്കുകയും ചെയ്തു എന്നുള്ളത് അവർ പറയുന്നു. There was no proposal or planned love story. അങ്ങനെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള സിനിമയിലൊക്കെ കാണുന്ന ഒരു പ്രപ്പോസൽ രംഗമൊന്നുമല്ല. Our friendship developed naturally. After I became a legally recognized adult, it turned into a relationship and I decided to marry him. This decision was entirely my own. I was not influenced, pressured or forced by anyone. As a psychologist, he clearly explained the emotional and life changes that may occur as I grow older. After understanding all of this, I chose this relationship with full awareness. Any allegations claiming that my husband influenced me before I became an adult are completely false and do not represent the truth. അതായത് ദേവപ്രിയയ്ക്ക് 19 വയസ്സേ ആവുന്നുള്ളൂ. 2 വർഷം മുമ്പാണ് ദേവപ്രിയ ഈ വ്യക്തിയുമായി പരിചയപ്പെടുന്നത്. അപ്പോൾ ദേവപ്രിയയ്ക്ക് സ്വാഭാവികമായും 16-17 വയസ്സായിരിക്കുമല്ലോ പ്രായം. അപ്പം മുതലേ ഇയാൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണോ ഈ പ്രായപൂർത്തിയായ ഉടനെ തന്നെ പോയി വിവാഹം കഴിച്ചത് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അതൊന്നും വേണ്ട എന്നുള്ളതും കൂടിയാണ് കൃത്യമായിട്ട് ഇവിടുത്തെ പറയുന്നത്. We wish to have our parents' approval. I spoke to my parents several times about my relationship. My husband's family also tried repeatedly
through phone calls and direct communication to speak with them. I clearly informed my parents that I would marry only after completing my education studies. However, they did not accept this and were not interested in approving the marriage. There were also several other issues involved which I did not wish to make it public. അതായത് ഈ രണ്ട് കൂട്ടരുടെയും സമ്മതം ആഗ്രഹിച്ചിരുന്നു. ആ സമ്മതം ആഗ്രഹിച്ചതിൻ്റെ പിറകെ തന്നെ എൻ്റെ വീട്ടുകാരോട് ഇത് പോയി സംസാരിക്കുകയും ചെയ്തു. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഞങ്ങളും ആദ്യം വിചാരിച്ചിരുന്നത് വിവാഹം ഈ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നുള്ളതാണ്. പക്ഷേ അവർ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നത്. ആഫ്റ്റർ മെനി അറ്റംപ്റ്റ്സ്, ഇമോഷണൽ സ്ട്രഗിൾസ് ആൻഡ് ഡിസ്കഷൻസ്, വി ഡിസൈഡഡ് ടു ഗെറ്റ് മാരിഡ്. അങ്ങനെയാണ് ഞങ്ങൾ വിവാഹത്തിലേക്ക് എത്തുന്നത്. ആഫ്റ്റർ ഐ ഇലോപ്ഡ്, I informed my father that I was going to get married. After the marriage, I also spoke with my mother. These are the facts. അതായത് ഒളിച്ചോടിയതിന് ശേഷം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അമ്മയോട് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ഇതാണ് നടന്നതെന്നുള്ളത് വ്യക്തമാക്കുകയാണ് ദേവിപ്രിയ. ഐ ഡു നോട്ട് വിഷ് ടു എൻ്റർ എ ഫോഴ്സ് മാരേജ്, ലിവ് ആൻ അൺഹാപ്പി ലൈഫ്, ഫേസ് ഡിവോഴ്സ് ആൻഡ് ദെൻ റീമാരി. ഐ ഹാവ് വൺ ലൈഫ് ആൻഡ് ഐ വാണ്ട് ടു ലിവ് ഇറ്റ് വിത്ത് പീസ് ആൻഡ് ഹാപ്പിനെസ്. ഐ വാല്യൂ ഫാമിലി ലൈഫ് ബട്ട് മൈ വിഷസ് വെർ നോട്ട് അക്സെപ്റ്റഡ്. അതാണ് പറയുന്നത്. വേറൊരാൾ വിവാഹം കഴിച്ചിട്ട് ആ ജീവിതം നശിപ്പിച്ച് പിന്നെ വീണ്ടും വന്നിട്ട് വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്കൊറ്റ ജീവിതമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. എൻ്റെ കുടുംബക്കാർ എൻ്റെ ആഗ്രഹം അക്സെപ്റ്റ് ചെയ്തില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു എന്ന് ദേവപ്രിയ പറയുന്നു. Acting and dancing are my passions and I have always worked towards personal growth. It is true that my account, they would and my journey as a content creator gave me recognition, support and love. I understand that many people have genuine concerns about my life and future. Marriage will not affect my education or career. I will complete my studies and pursue my goals. My husband's family treats me like their own daughter. My husband is my strength and my safe space, and we move forward together with confidence. However, there are also people who intentionally target and bully us. Their actions do not affect us. No one can destroy us. Real life and real life are different. Judging someone solely based on reels, photos or posts does not reflect who they truly are. You do not know us personally. അതാണ് ഈ ദേവപ്രിയ പറയുന്നത്. അതായത് എൻ്റെ ഫോട്ടോ കണ്ടിട്ടോ എൻ്റെ റീല് കണ്ടിട്ടോ നിങ്ങൾ എൻ്റെ ക്യാരക്ടറിനെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. അത് എൻ്റെ കണ്ടൻറ്റാണ്. നിങ്ങളല്ലാതെ എന്നെ പേഴ്സണലി അറിയില്ല എന്നുള്ളൊരു കാര്യം കൂടി പുള്ളിക്കാരി പറയുന്നു. അതാണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ് ദേവുവിൻ്റെ കണ്ടൻറ്റുകൾ ഈ അമ്മാവന്മാരെ ട്രോളുന്ന പരിപാടിയായിരുന്നു. പക്ഷേ അതേ രീതിയിൽ തന്നെ ദേവു മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു കാര്യം വരുന്നത്. Maturity cannot be measured by age alone. Growth and change are natural. Many marriages that meet social expectations still fail. A successful marriage depends on understanding, communication, and mutual respect. To everyone who has shown concern and shared their opinions, both positive and negative, thank you. All comments are welcome. Those who wish to know more about me, my skills and my life updates may follow this page. I appreciate both the support and the criticism during this situation. ഞാൻ ദേവ് പറയുന്നത്. അപ്പോൾ ഈ പേജ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുതിയ പേജ് ദേവപ്രിയ വരുന്നത്. ഇതിന് സോഷ്യൽ മീഡിയയിൽ രണ്ട് ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഒന്ന്, ഒരു പ്രായപൂർത്തിയായ വ്യക്തി, അതിപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞാൽ പോലും ഒരു പ്രായപൂർത്തിയായ വ്യക്തിക്ക് അയാളുടെ ജീവിതം തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവർ ആരെപ്പോയി വിവാഹം കഴിച്ചാലും അത് അവരുടെ ഇഷ്ടമാണ്, അത് അവരുടെ ജീവിതമാണ്, അത് അവർ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് കൃത്യമായി പറയുന്ന ഒരു വിഭാഗം ആളുകൾ. നേരെ മറിച്ച് മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിങ്, അറ്റാക്കിങ്ങും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ തുറന്ന ദേവപ്രിയാണ്. ദേവപ്രിയയുടെ ഈ വിവാഹവും എന്തുകൊണ്ട് ഈ തീരുമാനമെടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ദേവപ്രിയയ്ക്ക് ഇപ്പോൾ ഇങ്ങനൊരു പോസ്റ്റ് ഇടേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉള്ളത്. അപ്പോൾ ഈ രണ്ട് തട്ടിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഒരു കോണ്ടൻറ്റ് എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഇത് സോഷ്യൽ മീഡിയയിൽ ഈ സൈബർ ബുള്ളിങ്ങും അറ്റാക്സും ഒക്കെ നേരിടേണ്ടി വരുന്ന ദേവപ്രിയ എങ്ങനെയായിരിക്കും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു ചോദ്യവും കൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കോമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്യുന്ന രീതിയിലേക്ക് ദേവപ്രിയ പോയിട്ടില്ല. കമൻറ്റ് സെക്ഷനൊക്കെ ഓൺ ആണ്. അതിലാണ് പലരും അവരുടെ അഭിപ്രായമൊക്കെ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. അപ്പോൾ ചിലർ ഹൈഡ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അങ്ങനെ ആണ് സംഭവം. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച നിൽക്കുന്നത് ഇങ്ങനെ കണ്ടൻറ്റുകൾ ഉണ്ടാക്കി അവരെ കളിയാക്കിയിട്ട് പിന്നെ തൻ്റെ ജീവിതത്തിൽ തന്നെ ഇതുപോലത്തെ കാര്യങ്ങളാണോ ചെയ്യുന്നതെന്നുള്ള ചോദ്യമാണ്. ഇറ്റ്സ് ഹെർ ലൈഫ്, ഹെർ തിങ്സ് എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നും വരാൻ 18 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി അല്ലെങ്കിൽ 19 വയസ്സായ ഒരു വ്യക്തിയുടെ തീരുമാനമാണ്. അത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യം ഇവിടെ ആരുമില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചയായിട്ട് നിൽക്കുകയാണ് ഈ വിവാഹം.